ഡോഗിനെ ആരും കാണിക്കാണ്ട് വീടിന്റെ ബാക്കിൽ എവിടെയെങ്കിലും വെച്ച് ആരും സ്മെല് ചെയ്യാനൊന്നും വിടാൻ പാടില്ല. ഒറ്റ ചേട്ടൻ ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളെ കൊണ്ട് മാത്രം ഫുഡ് കൊടുപ്പിക്കുക. 10 മാസം അങ്ങനെ വളർത്തിയിട്ടുള്ള നല്ല അഗ്രഷൻ നല്ല ഇതാവും. ഓൾറെഡി ഇവരുടെ ബ്ലഡിനകത്ത് ഒരു അഗ്രഷൻ വരത്തില്ലേ ഈ ഒരു ബ്രീഡിന്? ഒരു ഗാർഡിങ്ങിന്റെ ഒരു നേച്ചർ കാണും. ഓക്കെ, അപ്പൊ നമ്മള് സിംഗിൾ മാസ്റ്റർ ആയിട്ട് വേണമെന്നുള്ളത് നമുക്ക് ഈ ഒരു ബ്രീഡിനെ വളർത്താം. അത് പക്ഷെ ഭയങ്കര ഡേഞ്ചർ ആവും. സുലേട്ടാ, ഇപ്പം ഇതിപ്പോ എത്ര ദിവസമായി പപ്പീസ് ആയിട്ട്? അത് ഇതിപ്പോ 100 ദിവസം അടുപ്പിച്ചായി. 100 ദിവസമായ 2 യൂറോപ്യൻ ഡോർമാന്റെ പപ്പീസ്, രണ്ടും ചോക്ലേറ്റ് കളർ. അതെ. ഓക്കെ, ഇതിന്റെ പേരൻസ് ആരൊക്കെയാണ്? ഇതിന്റെ പേരൻസ് ഡ്യൂക്ക് സീസർ നീച്ചിനാഗ്രോന്റെ സണ്ണാണ്. ഓക്കെ, മദർ ബിക്കോ ആൻഡ് ഡ്യൂക്കിലുള്ള 2 പപ്പി. രണ്ടും മെയിൽ പപ്പിയാണോ അതോ ഫീമെയിൽ പപ്പിയാണോ? ഇവൻ വന്നിട്ട് മെയിൽ, ഇത് ഫീമെയിൽ. ഒരു ഫീമെയിൽ ഒരു മെയിൽ. ഇത് ഇപ്പൊ എത്ര ദിവസമായി ടൈപ്പിംഗ്? ഇതിപ്പം 5ാമത്തെ ടൈപ്പിംഗ് ആണ്. അപ്പൊ എത്ര ദിവസമായപ്പോഴാണ് ക്രോപ്പ് ചെയ്തത്? 60 ദിവസത്തിൽ ക്രോപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിത്തൗട്ട് ക്രോപ്പിംഗ് ആയാലും നമ്മൾ പപ്പി കൊടുക്കുന്നുണ്ട്. അത് ഒരു 60 ദിവസത്തിനുള്ളിൽ കൊടുക്കുന്നുണ്ട്. 60 ദിവസത്തിൽ മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് ക്രോപ്പ് ചെയ്തിട്ടേ കൊടുക്കത്തുള്ളൂ. ശരിക്കും നിങ്ങൾ ഈ യൂറോപ്യൻ ഡോബർമാൻ മാത്രമായിട്ട് വളർത്താൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 3 വർഷം. 3 വർഷം. അപ്പൊ അതിന് മുമ്പ് മറ്റുള്ള ബ്രീഡ്സ് ആയിരുന്നു? ഓക്കെ, മറ്റുള്ള ബ്രീഡ്സ് വേണ്ടിയിട്ട് ഈ ഒരു ബ്രീഡ് മാത്രം എടുക്കാനുള്ള കാര്യം? പൊതുവെ മെയിൻ്റെനൻസ് കുറവാണ്. ഓക്കെ, ആ ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. മെയിനായിട്ടുള്ളതാണ്. നമുക്ക് ഡോഗിനെ പണ്ടേ ഇഷ്ടമാണ്. ഓക്കെ, പിന്നെ കുറച്ചധികം ഡോഗ് ഉണ്ടെങ്കിലും കൂടുതൽ മെയിൻ്റെനൻസ് ഇല്ല. ഓക്കെ, പിന്നെ കാണാനുള്ള ഭംഗി. ഡോബർമാൻ വളരെ ചെറുതിൽ തന്നെ ഡോബർമാനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് തന്നെ ഡോർമാൻ തന്നെ നമുക്ക് 2 എണ്ണം ഉണ്ട്. യൂറോപ്യൻ ഡോർമാൻ ഉണ്ട്, അമേരിക്കൻ ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഉള്ള യൂറോപ്യൻ ഡോർമാൻ. ഓക്കെ, ചേട്ടൻ ഇപ്പം പെട്ടെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ഡോർമാനും യൂറോപ്യൻ ഡോർമാനും തമ്മിലുള്ള വ്യത്യാസം പറയാൻ എന്തൊക്കെയുള്ളൂ? യൂറോപ്യൻ ഡോർമാന്റെ മസ്കുലർ ബോഡി ആയിരിക്കും. ബോൺ സൈസ് ഉണ്ടാവും. ഓക്കെ, നല്ല ഹെഡ്, വലിപ്പം അമേരിക്കനെക്കാട്ടിയും വലിപ്പം കൂടുതലായിരിക്കും. ആ ഒരു ചെസ്റ്റ് ഒക്കെ നല്ല പ്രൊജക്ട് ചെയ്ത് ഇങ്ങനെ ഇരിക്കും അല്ലെ, മസ്കുലർ ആയിരിക്കും. അതെ. കാണുമ്പോൾ തന്നെ ഒരു അല്പം പെടി പോകുന്നൊരു അല്ലേ ഇതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ എന്ന് പറയുമ്പോൾ കൂടുതൽ ഒരു ഷോർട്ട് ആ രീതിയിലോട്ട് നോക്കുന്നതല്ല. ഷോ പർപ്പസിനാണെങ്കിൽ അമേരിക്കനാണ് നോക്കുന്നത്. യൂറോപ്പിന് ആരും ഷോ ചെയ്യില്ല. ഓക്കെ, ചേട്ടൻ്റെ ഈ പപ്പിയൊക്കെ കൂടുതൽ ഏതൊക്കെ സ്ഥലങ്ങളിലോട്ടാണ് പോയേക്കുന്നത്? അൻ്റെത് പഞ്ചാബ്, ഡൽഹി, ബോംബെ, ഔട്ട്സൈഡ് കേരള പോയിട്ടുണ്ട്. ഓക്കെ, ഇത് ശരിക്കും അവരുടെ പർപ്പസ് എന്ത് പർപ്പസിനാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്? അവരെല്ലാം ഗാർഡിംഗ് പർപ്പസും പെറ്റായിട്ട് വളർത്താനും. ഈ ഒരു ബ്രീഡ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഹാൻഡിൽ ചെയ്യുന്ന ആയിരിക്കും ചേട്ടൻ ഇല്ലാത്ത സമയത്ത്? ഞാനും വൈഫും എന്റെ മൂത്ത മോനും ഡോഗ്സിന്റെ കാര്യം നോക്കാം. അപ്പൊ ഇവരപ്പം ലേഡീസിനോട് അല്ലെന്നുണ്ടെങ്കിൽ കുട്ടികളോട് അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നില്ല? ഇല്ല, അങ്ങനെ പ്രശ്നം. സിംഗിൾ മാസ്റ്റർ എന്നുള്ള ഒരു ഇതില്ല, അങ്ങനത്തെ ഒരു ഇതില്ല. ഓക്കെ, നമുക്ക് ഇവരെ സിംഗിൾ മാസ്റ്റർ ആയിട്ട് വളർത്താൻ പറ്റും ഇതിനെ? അത് വളർത്താം, അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനെ പപ്പിയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ മെയിൽ നമ്മുടെ ഡ്യൂക്ക്, ഇവന്റെ ഒരു ക്യാരക്ടർ ഇങ്ങനെ പറയാം? ഇവ ഫ്രണ്ട്ലി ആണ്. ഞാൻ പിന്നെ ബ്രീഡിംഗ് പർപ്പസ് ആയതുകൊണ്ട് അതുപോലെ വളർത്തിയെടുത്തു. സോഷ്യലൈസ്ഡ് ചെയ്തേക്കാണ്. ഞാൻ പപ്പിയായിട്ട് വാങ്ങിയത് 4 മാസമുള്ള പപ്പിയായിട്ട് കൊണ്ടതാണ്. അപ്പൊ ആ രീതി സോഷ്യലൈസ്ഡ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റുന്നത് അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ഒരു മെയില്, ബാക്കി എത്ര ഫീമെയിലാണ് നമുക്കുള്ളത്? ഇവിടെ 6 ഫീമെയിൽ. അതൊക്കെ ഏത് ലൈൻസിലാണ് വരുന്നത് നമുക്ക്? അത് അഡോണിസിന്റെ ഡോട്ടർ ഉണ്ട്. ഓക്കെ, കോയൽബാസിന്റെ ഡോട്ടർ ഉണ്ട്. ഓക്കെ, എല്ലാം ഒരു ഡെല്ലാസിന്റെ ഡോട്ടർ വരുന്നുണ്ട്. അതായത് അത്യാവശ്യമുള്ള നല്ല ലൈൻസിലുള്ള ഫീമെയിൽസ് സ്റ്റോക്കാണ് നമ്മുടെ ഉള്ളത്. ഓക്കെ, സുലേട്ടാ, ഇപ്പൊ നമുക്ക് ഈ പപ്പീസിന് ഇപ്പൊ എന്തൊക്കെയാ ഫീഡിങ് പോകുന്നത്? ഞാനിപ്പോ ചിക്കൻ, ഡ്രൈ ഫുഡ്, എഗ് മിക്സ് ചെയ്താ കൊടുക്കുന്നത്. എത്ര നേരം പോകുന്നുണ്ട്? 3 നേരം ഫുഡായിട്ട് കൊടുക്കും, പിന്നെ 1 നേരം എഗ് മാത്രമായിട്ട് കൊടുക്കുന്നത്. അപ്പൊ സപ്ലിമെന്റ്സ് എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? കാൽസ്യം മൾട്ടിവിറ്റാമിനും ഡെയിലി കൊടുക്കുന്നു. ഉറപ്പായിട്ടും കൊടുത്തേ പറ്റത്തുള്ളൂ. അഡൽട്സിന് നല്ല സപ്ലിമെന്റ് പോകുന്നുണ്ടോ? അഡൽട്സിന് കണ്ടിന്യൂസ് ഇല്ല. 1 വയസ്സ് കഴിഞ്ഞ ശേഷം നമ്മൾ ബ്രീഡ് ചെയ്യുന്ന സമയത്ത് അഡൽസിന് കൊടുക്കത്തുള്ളൂ. അപ്പൊ നമുക്ക് 1 വയസ്സ് വരെ നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡും നല്ല സപ്ലിമെന്റും ആവശ്യമാണ്. ഓക്കെ, എന്നാൽ മാത്രമേ ഡോഗ്സ് ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് കയറി വരത്തുള്ളൂ. ഓക്കെ, നമുക്ക് ഏത് ഫുഡും കൊടുത്ത് വളർത്താൻ പറ്റും ഇതിനെ? നമുക്ക് ചിക്കൻ മാത്രമേ അല്ലെ ഡ്രൈ ഫുഡ് മാത്രമേ അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയില്ല, നമ്മുടെ വീട്ടിലെ ഫുഡ് കൊടുത്ത് വളർത്താൻ പറ്റും. വീട്ടിലെ ഫുഡ് കൊടുത്താൽ പക്ഷേ 1 ഇയർ വരെ നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ കൊടുത്താലേ അതിന്റെ മസ്കുലർ ബോഡി ലുക്കിലൊക്കെ കാര്യങ്ങൾ വരത്തുള്ളൂ. പിന്നെ ഇവർക്ക് അസുഖങ്ങൾ അങ്ങനെ എന്തെങ്കിലും വരുന്ന ടൈപ്പാണോ ഈ ഡോഗ്സ്? ഡോബർമാന് പൊതുവെ അസുഖങ്ങൾ കുറവാണ്. അത് ഷോർട്ട് കോട്ട് ആയതുകൊണ്ട് തന്നെ. ഓക്കെ, സ്കിൻ ഇഷ്യൂസ് അങ്ങനത്തെ പ്രശ്നമൊന്നും തന്നെ ഇല്ല. പിന്നെ ഹീറ്റ് സ്ട്രോക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ലല്ലോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമൊന്നും തന്നെ ഇല്ല. പിന്നെ അത്യാവശ്യം വർക്കൗട്ട് വേണ്ടി ഒരു ബ്രീഡല്ലേ ഇത്? അയച്ചു വിട്ടാൽ ഇവർ തന്നെ ഓടി വന്നോളും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇത് സ്മോൾ സ്പേസിൽ വളർത്താൻ പറ്റും. ഫ്ലാറ്റ് അപ്പാർട്ട്മെന്റ്സ് അങ്ങനെയുള്ളവർക്ക് പറ്റും. അങ്ങനെയുള്ളവർക്കും കുഴപ്പമില്ല. ലേഡീസുമായിട്ട് പ്രശ്നമില്ല, കുട്ടികളായിട്ട് പ്രശ്നമില്ല, ചെറിയ സ്ഥലത്തായാലും പ്രശ്നമില്ല. പിന്നെ വർക്കൗട്ട് അത്യാവശ്യം നടക്കാൻ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്. എന്നാലും നല്ല ഫ്രീ ആയി 1 വയസ്സ് വരെ പപ്പീസ് നല്ല ഫ്രീ ആയി വളർത്തുള്ളൂ. ഓക്കെ, ചേട്ടൻ ഇവിടെ നോർമൽ എത്ര ദിവസം കഴിയുമ്പോൾ പപ്പീസിനെ കൊടുക്കുന്നു? 45 ദിവസത്തിന് ശേഷം. വാക്സിൻ എടുത്തതിന് ശേഷം, ഫസ്റ്റ് വാക്സിൻ എടുത്തതിന് ശേഷം ആവശ്യക്കാരന് അന്നേരം കൊടുക്കും. എന്നുണ്ടെങ്കിൽ ക്രോപ്പ് ചെയ്ത് വാങ്ങി അങ്ങനെ. ഓക്കെ, സുലിയുടെ നമ്മുടെ കെന്നൽ കറക്റ്റ് ലൊക്കേഷൻ എവിടെയായിരുന്നു? ഇത് കണ്ണൂര് തളിപ്പറമ്പിൽ വരും. കണ്ണൂർ ജില്ല തളിപ്പറമ്പ്, ചൊർക്കള എന്ന് പറയുന്ന സ്ഥലം. ഓക്കെ, നമ്മളൊരു 12 വർഷമായിട്ട് ചേട്ടൻ ഡോഗ്സിന്റെ ഫീൽഡിലുണ്ട്. 3 വർഷമായിട്ട് യൂറോപ്യൻ ഡോർമ മാത്രം ചെയ്യും. ഓക്കെ, അപ്പൊ പപ്പീസ് ഒക്കെ നിങ്ങൾ പഞ്ചാബിൽ നിന്നൊക്കെ വന്നെന്ന് പറഞ്ഞു. അവർ ഇവിടെ വന്നിട്ട് എടുക്കണോ? ചേട്ടൻ
നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പൊ അവർക്ക് ഈ നമ്മുടെ പപ്പീസിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം അയച്ചു കൊടുത്ത് വീഡിയോ കോൾ ചെയ്ത് കൊടുത്ത് അവര് നമ്മൾ പപ്പീനെ നല്ല ട്രാൻസ്പോർട്ടർ ഉണ്ട് അവരുടെ കയ്യിൽ അവരെ തന്നെ കൊടുക്കും. ഓക്കെ, ട്രാൻസ്പോർട്ടേഷൻ സേഫ് ആയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ നേരിട്ട് വരേണ്ടവർക്ക് നേരിട്ട് വേണമെങ്കിലും വരാം. നേരിട്ട് വരാം. ഓക്കെ, പപ്പി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? പപ്പീനെ എടുക്കുമ്പോൾ നല്ല ബ്രീഡർമാർന്ന് എടുക്കുക, ഒന്നാമത്തെ കാര്യം അത്. ഓക്കെ, പിന്നെ പപ്പിയെ ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ, എടുക്കുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. എല്ലാവരും ഇപ്പൊ ഇതിനകത്ത് കുറെ ചീറ്റിംഗ് ഫീൽഡ് ഉള്ള ഉറപ്പായിട്ടും ഡോഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതിലാണ്. ഓക്കെ, അത് ശ്രദ്ധിച്ചെടുക്കണം കാര്യം. പിന്നെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഡോഗിനെ കുറിച്ച് അറിയുന്ന ആളെ കൂട്ടിക്കൊണ്ടുപോയി എടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴായാലും ഡോഗ്സിനെ പറ്റി ഒന്ന് പഠിക്കുക, അല്ലാതെ അറിയാവുന്ന ഒരാളെ കൊണ്ട് മാത്രം ഈ ഒരു ബ്രീഡിനെ എടുക്കുക. അതെ അല്ലേ? നമ്മുടെ ഡ്യൂക്കിന്റെ സ്റ്റഡ് സർവീസ് വെളിയിൽ കൊടുക്കുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താ? അല്ല, ഞാൻ എന്റെ ഓൺ ബ്രീഡിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഡ്യൂക്കിനെ ചോദിച്ചാൽ ആരും വരണ്ട. അപ്പൊ ഇല്ല, ചോദിക്കലുണ്ട്, ഞാൻ ചെയ്ത് കൊടുക്കാറില്ല. നമ്മുടെ ബ്രീഡിങ്ങിന് വേണ്ടി മാത്രം നിർത്തിയേക്കുന്നതാണ്. അപ്പൊ ഇവൻ അല്ലാതെ ഇപ്പൊ ഒരു വേറൊരു മെയിൽ ഇനി എന്തെങ്കിലും നോക്കാൻ വല്ല പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പൊ ഇല്ല. പുതിയ ഡോഗ്സ് എങ്കിലും പുതിയ നമ്മുടെ കനലിൽ വരുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ എന്തായാലും ഇല്ല. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പം ഫീമെയിൽസ് എല്ലാം തന്നെ യങ് ഫീമെയിൽ അല്ലേ? ചെറിയ ഫീമെയിൽ, അധികം പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ എന്തായാലും ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് ആലോചിക്കാം. ലിറ്റർ ഏതെങ്കിലും വരുന്നുണ്ടോ? ക്രോസ് ബ്രീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏതിനെ കേട്ടാ? ഒരു ഡെമോന്റെ ഡോട്ടറിനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഡ്യൂക്കിനെ കൊണ്ട് തന്നെ. എത്ര ദിവസമായത്? അതിപ്പോ 30 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ നമുക്ക് ലിറ്റർ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് എല്ലാം കൊടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ കണ്ണൂർ ജില്ല തളിപ്പറമ്പ്. ഓക്കെ, ചേട്ടൻ്റെ വീഡിയോയ്ക്ക് അത് ചേട്ടൻ നമ്പർ ഉണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും യൂറോപ്യൻ ഓവർമാനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പപ്പിയെ നോക്കുന്നുണ്ടെങ്കിലോ സുജിലേട്ടനെ കോൺടാക്ട് ചെയ്യുക.